കൃഷ്ണേന്ദുവിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ആദ്യം കൃഷ്ണേന്ദു അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കൃഷ്ണേന്ദു ഞാൻ ഡാനിയോട് ചോദിച്ചത് മധ്യ കേരളത്തിൽ നിന്ന് അങ്ങോട്ടാണ് കൂടുതൽ വിശ്വാഘോഷം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, തിരുവനന്തപുരത്തും വലിയ തോതിൽ ആഘോഷമൊക്കെ ഉണ്ടെന്ന് അറിയാം. എങ്കിൽ പോലും എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയാണ് രാവിലെ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? ഈ വിഷുവിൻ്റെ ഒരു സന്തോഷവും ആഘോഷവും സമൃദ്ധിയൊക്കെ എങ്ങനെയാണ് പങ്കുവെക്കുകയാണോ വിഷുവിൻ്റെ ദിനത്തിൽ അവിടുത്തെ പ്രേക്ഷകർ കൃഷ്ണേന്ദുവിനൊപ്പമുള്ളത്? തീർച്ചയായും വിഷു തിരുവനന്തപുരത്തിന് വളരെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിശേഷം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് അമ്പലമുക്കിലുള്ള പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ തുടങ്ങി നൂറുകണക്കിന് ആൾക്കാരാണ് തൊഴാനും വിഷു കൈനീട്ടം വാങ്ങാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, അതുപോലെ പ്രായമായവരും. പിന്നെ ഇതുപോലെ അമ്പലത്തിലെ ഭാരവാഹികൾ ഈ ഒരു വളരെ കൃത്യമായിട്ട് ആ തിരക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വളരെ കൃത്യമായ രീതിയിലാണ് ആ ഒരു വിഷുവിന്റെ ആഘോഷം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമുക്ക് കാണാം, ഇവിടെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ഉണ്ട്. രാവിലെ തുടങ്ങി, അതായത് ഏകദേശം 4 മണി തുടങ്ങി ഈ ഒരു തിരക്കുണ്ട്, കുറഞ്ഞിട്ടില്ല. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം. സർ നമസ്കാരം. സ്ഥിരമായിട്ട് ഇവിടെ അമ്പലത്തിൽ വരുന്നത് ഞങ്ങളിങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ വരും. അടുത്താണ് വർഷങ്ങളായിട്ട് അമ്പലത്തിൽ വരും. അതെ തീർച്ചയായിട്ടും നല്ല തിരക്കുണ്ടോ രാവിലെ? അപ്പൊ അങ്ങനെയാണ്, നല്ല തിരക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു അമ്മ നിൽപ്പുണ്ട്, അമ്മയോട് ചോദിക്കാം. നമ്മള് കൃഷ്ണനെ കാണാൻ വന്നതാ, എല്ലാം പറഞ്ഞ് സന്തോഷമായി പോവാൻ വന്നതാ. അതെ അമ്മ, ഈ തട്ടത്തിൽ എന്താണിത്? ഇത് അവിലുണ്ട്, കണ്ണൻ അവില്, പഴം. നേർച്ചയാണോ അതോ? ഇല്ല, അങ്ങനെയില്ല, നേർച്ചയായിട്ടല്ല, വിഷു ആയതിന്റെ ഭാഗം കണ്ണന് കൊടുക്കാൻ വാങ്ങിച്ചു. കൊറേ നേരമായോ വന്നിട്ട്? കുറച്ചു നേരം. അപ്പൊ എപ്പോ വന്നതാണ്? ഞാൻ 7 മണിയൊക്കെ ആയപ്പോഴേക്ക്. അപ്പൊ അമ്മ വർഷങ്ങളായിട്ട് ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നതാണോ? ഇവിടുത്തെ സ്വദേശിയാണോ? മരുമകൾ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കൃഷ്ണക്ഷേത്രത്തിൽ ഞാൻ വന്നു തുടങ്ങിയത്. 2 പ്രാവശ്യം കൊണ്ട് വരുന്നുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇതാണ് അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനിയും ഭക്തർ വരുന്നുണ്ട്, കുഞ്ഞു കുട്ടികൾ നിൽപ്പുണ്ട്. നമുക്കൊരു കുഞ്ഞു വാവയോട് ചോദിക്കാം. ഹലോ, ഹാപ്പി വിഷു. കുറച്ച് ചമ്മലുള്ള ആളാണെന്ന് തോന്നുന്നു. നമസ്കാരം ചേച്ചി, ഹാപ്പി വിഷു. കുറെ നേരമായോ വന്നിട്ട്? ആദ്യമായിട്ടാണോ ഇവിടെ, അതോ നിങ്ങളുടെ സ്വദേശികളാണോ? ഇല്ല, ഒരു ചമ്മലുള്ള അവയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കുറെ നേരമായോ വന്നിട്ട്? എപ്പോഴും വരുന്ന അമ്പലമാണോ? ഇവിടെ അടുത്താണോ? അപ്പൊ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് തിരുവനന്തപുരം, അതായത് ഈ സ്വദേശവാസികൾ തന്നെയാണ് കൂടുതൽ വരുന്നത്. പക്ഷെ പുറത്തൊന്നും ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ദർശനം ഒന്ന് നിർത്തിയിരിക്കുകയാണ്. എനിക്കൊന്ന് ഉള്ളിൽ കുറച്ച് തിരക്കുണ്ട്, ദർശനം ഇപ്പൊ നിർത്തിയേക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, കൃഷ്ണേന്ദുവിന് രാവിലത്തെ സാഹചര്യം എന്താണ്? രാവിലെ കൈനീട്ടമൊക്കെ കിട്ടിയോ? കണി കണ്ടോ? എങ്ങനെയാണ് ഇന്നത്തെ വിഷു പരിപാടി? അവിടുത്തെ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് നേരെ ഓഫീസിലേക്കല്ലേ? അതെ, തിരിച്ച് ഓഫീസിലേക്കാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതിന്റെ ഒരു ധൃതി കാണാനും ഉണ്ടാവുമല്ലോ. നമ്മളോടൊപ്പം ക്ഷേത്ര ഭാരവാഹികൾ ചേരുന്നുണ്ട്. ഇവിടുത്തെ ഒരു വിശേഷവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ക്ഷേത്ര ഭാരവാഹികൾ ചേരുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് വിശേഷം ചോദിക്കാം. ഓക്കെ സർ, നമസ്കാരം. സെയിം ടു യു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇത് ഈ ട്രിവാൻഡ്രം ജില്ലയിലെ 3 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തിരുവിതാംകൂർ മഹാരാജാവിന് സ്ഥാപിതമായതാണ് ഈ അമ്പലം. ഇന്ന് വികസനത്തിന്റെ പാതയിൽ 100% പൂർത്തീകരിച്ച ഒരു നിറവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മിക്കവാറും ഈ ഉത്സവം കഴിയുന്ന മുറയ്ക്ക് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ കാളിയമർദ്ദനം വിഗ്രഹം വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിഗ്രഹം റെഡിയായി അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ പൊക്കുന്ന ക്രെയിൻ അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി കുറവായത് കാരണം കഴിഞ്ഞ ആഴ്ച വയ്ക്കാൻ പറ്റിയില്ല. എന്തായാലും ഈ ആറാട്ട് കഴിയുന്ന മുറയ്ക്ക് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയാണിത്. ഈ കുളത്തിൽ ഭഗവൻ നിൽക്കുക എന്ന് പറയുന്നത്, മറ്റേ കാളിയമർദ്ദനം ആ വിഗ്രഹം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടുകൂടി ഇവിടെ ഇനി വേറെ വികസനം ഒന്നും വരാനില്ല. ഇത് ലാസ്റ്റ് വികസനമാണ്.
പിന്നെ അറിയാമല്ലോ വിഷു എന്താണെന്നുള്ളത്. ഈ നരകാസുരനെ ഭഗവാൻ വധിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ വിഷു ആഘോഷം. ഇത്രയാണ് കാര്യം. അപ്പൊ ഈ വർഷം വിഷുവിന്റെ പ്രത്യേകത ഈ ഒരു കാളിയമർദ്ദനത്തിന്റെ വിഗ്രഹം കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും വലിയ തിരക്കിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാര്യങ്ങളും ഒക്കെ? നേരത്തെ പറഞ്ഞില്ലേ, ജില്ലയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സകലമാന ജനങ്ങളും വന്ന കയറുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊടിയേറ്റിന്റെ അന്ന് തന്നെയാണ് ഈ കാളിയമർദ്ദന വിഗ്രഹം വെക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞ ലോഡിംഗ് കപ്പാസിറ്റി കാരണം വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് അറിയില്ല. അതാണ് ഇത്രയും ക്രൗഡ് ഉണ്ടാവാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് സാർ? ഭഗവാൻ ഭയങ്കര അനുഗ്രഹത്തിലാണ്. ഇവിടെ വരുന്നവർക്ക് ഭഗവാൻ നിറഞ്ഞ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇങ്ങനെ ഭക്തജനങ്ങൾ കൂടി വരികയാണ്. നമ്മളൊന്നും കാണാത്ത അറിയാത്ത ദൂരദേശത്തുനിന്ന് പോലും പറഞ്ഞറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം അറിഞ്ഞു വരുന്നുണ്ട്. വളരെ രാവിലെ എത്ര മണിക്കാണ് ദർശനമൊക്കെ തുടങ്ങിയത്? അല്ല, ഈ വിഷുവിന് 4:30 വിഷുവിനാണ് 4:30 ഇത്. അല്ലാതെ നോർമല് 5 മണിക്ക്. നമുക്ക് ഇല്ലാത്ത പരിപാടിയില്ല. 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഉത്സവം കഴിഞ്ഞ ഉടനെ ദേവിയുടെ 9ാം പ്രതിഷ്ഠാ വാർഷികം വരും. അത് കഴിയുന്ന മുറയ്ക്ക് ലക്ഷാർച്ചനയുണ്ട്. അത് അങ്ങോട്ട് തീർന്ന ഉടനെ തന്നെ അടുത്ത് സപ്താഹം തുടങ്ങും. സപ്താഹം എന്ന് വെച്ചാൽ 24-25ാമത്തെ സപ്താഹമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും വർഷം കൊണ്ട് ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഒരു വലിയ പ്രസ്ഥാനമാണ് ഇവിടെ ഉള്ളത്. ശരി, അപ്പോ അങ്ങനെയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. അതായത് ഇപ്പോൾ അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. രാവിലെ വിഷുവിൻ്റെ കണി കാണാനായി ദർശനത്തിനായി ഒരുപാട് പേര് ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വിഷു കാഴ്ച ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണേന്ദു നൽകുകയായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ആ ഭക്തരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണാൻ കഴിയുന്നു. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ അവിടെ ഡാനി പോൾ ഇപ്പോൾ റെഡിയാണ്. ഡാനി, നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ ചെറിയൊരു തടസ്സം നേരിട്ടതാണ്. അപ്പോൾ ഡാനി, അവിടെ എങ്ങനെയുണ്ട്? കൊച്ചിയിലെ വിഷു ആഘോഷം എങ്ങനെയാണ് ഡാനി? എൽദോ, വിഷു നഗരജീവിതത്തിൽ അതിൽ എത്രമാത്രം ഒരു ആഘോഷങ്ങളുടെ ഒരു പൂർണ്ണതയിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒരു സന്ദേഹങ്ങളുണ്ടാകും. പക്ഷേ അത് ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ആഘോഷപൂർവ്വം അത് എതിരേൽക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നായ ചിറ്റൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഇവിടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.